നമസ്കാരം. ഈ നെഗറ്റീവ് എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ശിക്ഷ എന്നല്ലേ വരുന്നത്? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. മനഃശാസ്ത്രത്തിലെ അതികായനായ ബി.എഫ്. സ്കിന്നറുടെ ഏറ്റവും പ്രശസ്തമായ ഒരാശയമാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പക്ഷെ ഒരു കാര്യമുണ്ട്, പലരും ഇതിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ആ വലിയ തെറ്റിദ്ധാരണയുടെ കെട്ടൊന്ന് അഴിച്ചു നോക്കാം, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയുടെ തന്നെ ഒരു ഫാൻസി പേരാണോ? സത്യം പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നിയാൽ ഒരു തെറ്റുമില്ല. പക്ഷേ സംഭവം അതല്ല. യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഈ കൺഫ്യൂഷൻ എവിടുന്ന് തുടങ്ങി എന്നറിയണമെങ്കിൽ നമ്മൾ സ്കിന്നറുടെ അടുത്തേക്ക് തന്നെ പോകണം. അദ്ദേഹം വെറുമൊരു സൈക്കോളജിസ്റ്റ് ആയിരുന്നില്ല കേട്ടോ. അന്നുവരെ ഉണ്ടായിരുന്ന പല ധാരണകളെയും ചുമ്മാങ്ങ് തലകീഴായി മറച്ചിട്ട ഒരു വിപ്ലവകാരി തന്നെയായിരുന്നു അദ്ദേഹം. പണ്ടത്തെ സൈക്കോളജിസ്റ്റുകളൊക്കെ വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഒരു സ്റ്റിമുലസ്, അതായത് ഒരു സംഭവം നടക്കുന്നു, അതിനോട് നമ്മൾ പ്രതികരിക്കുന്നു, അതായത് റെസ്പോൺസ്. അപ്പോൾ സ്കിന്നർ വന്നിട്ട് പറഞ്ഞു, ഏയ് അങ്ങനെയല്ല. അദ്ദേഹം ഈ സമവാക്യം മൊത്തത്തിലൊന്ന് തിരുത്തി. ആദ്യം നമ്മുടെ പ്രതികരണം, നമ്മുടെ റെസ്പോൺസ്, അതിനുശേഷം വരുന്ന സ്റ്റിമുലസ്, അതാണ് പ്രധാനം. സംഭവം മൊത്തം മാറിമറിഞ്ഞു, അല്ലേ? അപ്പോൾ ഈ പുതിയ ആശയം ഓർത്തുവെക്കാൻ ഒരു ചെറിയ സൂത്രപ്പണിയുണ്ട്. സ്കിന്നറുടെ പേര് നമ്മളൊന്ന് തിരിച്ചിട്ട് നോക്കിയാലോ? SKINNER. തിരിച്ചിടുമ്പോൾ RENNI കേസ്. കണ്ടോ? ആദ്യം R പിന്നെ S, അതായത് റെസ്പോൺസ് സ്റ്റിമുലസ്. സിമ്പിളല്ലേ? ശരി, ഇനി നമുക്ക് കാര്യത്തിന്റെ കാതലിലേട്ട് വരാം. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും. ഈ പേരുകൾ കേട്ട് പേടിക്കണ്ട. രണ്ടിന്റെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്. ഒരു നല്ല ശീലം അല്ലെങ്കിൽ ഒരു പ്രത്യേക പെരുമാറ്റം അത് വീണ്ടും വീണ്ടും ആവർത്തിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇതിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു സമ്മാനം കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ സമ്മാനം വീണ്ടും കിട്ടാൻ വേണ്ടി നമ്മൾ ആ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങളൊരു കുട്ടിക്ക് ഹോംവർക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു 5 രൂപ കൊടുക്കുന്നു എന്ന് വെക്കുക. എന്തായിരിക്കും ഫലം? അടുത്ത ദിവസവും ആ കുട്ടി ഹോംവർക്ക് ചെയ്യാൻ കൂടുതൽ ഉത്സാഹം കാണിക്കും, അല്ലേ? ഇവിടെ ആ 5 രൂപയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ആ പെരുമാറ്റത്തെ ശക്തിപ്പെടുത്തുന്ന സമ്മാനം. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ, കാരണം ഇതാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഏരിയ. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ശിക്ഷയെ അല്ല, ഒരിക്കലുമല്ല. നമുക്കിഷ്ടമില്ലാത്ത അസുഖകരമായ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം മോശം എന്നല്ല, മറിച്ച് ഒഴിവാക്കുക അല്ലെങ്കിൽ നീക്കം ചെയ്യുക എന്നാണ്. ആ പോയിന്റ് ഓർത്തുവെക്കണം. നമുക്ക് നേരത്തെ അതേ ഉദാഹരണം വെച്ച് തന്നെ ഇത് മനസ്സിലാക്കാം. പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ കുട്ടി ടീച്ചർക്ക് 5 രൂപ ഫൈൻ കൊടുക്കണം എന്നാണെങ്കിലോ? അപ്പോൾ ആ ഫൈൻ കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി കുട്ടി എന്തു ചെയ്യും? കൃത്യമായി ഹോംവർക്ക് ചെയ്യും. കണ്ടോ? ഇവിടെയും ഹോംവർക്ക് ചെയ്യുക എന്ന നല്ല ശീലം കൂടുകയാണ്. പക്ഷെ കാരണമെന്താ? ഫൈൻ എന്നൊരു മോശം അനുഭവം ഒഴിവാക്കാൻ വേണ്ടിയാണത്. ഇതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, അപ്പോൾ ഈ ആശയക്കുഴപ്പത്തിന് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ശിക്ഷയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് നമുക്ക് നേർക്ക് നേരൊന്ന് നോക്കാം. ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ടതുമാണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ അസുഖകരമായ ഒരു അനുഭവം നമ്മൾ പിൻവലിക്കുകയാണ് അല്ലെങ്കിൽ ഇല്ലാതാക്കുകയാണ്. എന്നാൽ ശിക്ഷയിലോ അവിടെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം കൊടുക്കുകയാണ് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഒന്ന് ഒഴിവാക്കുന്നു, മറ്റേത് നൽകുന്നു. അതാണ് വ്യത്യാസം. അതുപോലെ തന്നെ ലക്ഷ്യത്തിലും വലിയ വ്യത്യാസമുണ്ട്. റീഇൻഫോഴ്സ്മെന്റ് അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അതിന്റെ ലക്ഷ്യം ഒരു പെരുമാറ്റം ഭാവിയിൽ കൂടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുക എന്നതാണ്. എന്നാൽ ശിക്ഷയുടെ ലക്ഷ്യം നേരെ തിരിച്ചാണ്. ഒരു പെരുമാറ്റം ഭാവിയിൽ സംഭവിക്കാനുള്ള സാധ്യത കുറയ്ക്കുക എന്നതാണ്. അപ്പോൾ ഒന്ന് ഒരു ശീലത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, മറ്റേത് ഒരു ശീലത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം വരാം. മനുഷ്യന്റെ സ്വഭാവത്തെ വരെ മാറ്റാൻ ശക്തിയുള്ള ഈ ആശയങ്ങളൊക്കെ സ്കിന്നർക്ക് എവിടുന്നാണ് കിട്ടിയത്? നമുക്ക് നോക്കാം. ഇതാണ് സ്കിന്നറുടെ ഫേമസ് ആയ സ്കിന്നർ ബോക്സ്. ഈ പെട്ടിക്കുള്ളിൽ എലികളെയും പ്രാവുകളെയും ഒക്കെ വെച്ചാണ് അദ്ദേഹം തന്റെ സിദ്ധാന്തങ്ങളെല്ലാം പരീക്ഷിച്ചുറപ്പിച്ചത്. ഇതിലെ ലിവർ അമർത്തുമ്പോൾ ഭക്ഷണം കിട്ടുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന് ഉദാഹരണമാണ്. അതേസമയം ആ ലിവർ അമർത്തുമ്പോൾ നിലവിലുള്ള ഒരു ചെറിയ ഇലക്ട്രിക് ഷോക്ക് നിൽക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റുമാണ്. ഷോക്ക് ഒഴിവാക്കാൻ വേണ്ടി എലി ലിവർ അമർത്താൻ പഠിക്കും. അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തങ്ങൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ഇതിന്റെ ഒരു പ്രൊഡക്റ്റാണ്. അതായത് കുട്ടികൾ ഓരോ ചെറിയ സ്റ്റെപ്പും ശരിയാക്കുമ്പോൾ തന്നെ അവർക്ക് ചെറിയ ചെറിയ റിവാർഡുകൾ കൊടുത്ത് പഠിപ്പിക്കുന്നൊരു രീതി. സ്കിന്നറുടെ തത്വം വളരെ ലളിതമായിരുന്നു.
നമുക്ക് പ്രോത്സാഹനം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ആവർത്തിക്കും. പ്രോത്സാഹനം കിട്ടാത്തവ പതിയെ നമ്മളങ്ങ് നിർത്തും. അപ്പോ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ശിക്ഷയും ഒന്നല്ല, രണ്ടും രണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായില്ലേ? ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് എവിടെയൊക്കെയാണ് ഈ രണ്ട് ശക്തികൾ നിങ്ങളുടെ തീരുമാനങ്ങളെയും പെരുമാറ്റത്തെയും നിങ്ങൾ അറിയാതെ തന്നെ സ്വാധീനിക്കുന്നത്?